ദൈവത്തിൻ്റെ ആത്മാവും മനുഷ്യൻ്റെ ആത്മാവും. നമ്മൾ ആത്മാവിലാണല്ലോ മെഡിറ്റേഷൻ തുടങ്ങിയിരിക്കുന്നത്, പരിശുദ്ധാത്മാവിലാണ് നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രം. അതായത് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിലനിൽപ്പും സ്വഭാവവും പ്രവർത്തനവും ഇതിനെ ആശ്രയിച്ചാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അല്ലേ, സ്വഭാവം അത് സൃഷ്ടിക്കപ്പെടാത്തതാണ്. ദൈവാത്മാവ് സ്വയം നിലനിൽക്കുന്നതും നിത്യവുമാണ്. അത് ആരിൽ നിന്നും ഉത്ഭവിച്ചതല്ല, മറിച്ച് എല്ലാറ്റിൻ്റെയും ഉറവിടമാണ്. അത് അനന്തമാണ്. ദൈവം അനന്തനായതുകൊണ്ട് അവൻ്റെ ആത്മാവും അനന്തവും അളവില്ലാത്തതുമാണ്. അത് ദേശകാലങ്ങൾക്ക് അപ്പുറവും സർവ്വവ്യാപിയുമായി നിലനിൽക്കുന്നു. ഉറവിടം ദൈവാത്മാവ് എല്ലാ ജീവൻ്റെയും ശക്തിയുടെയും വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ഉറവിടമാണ്. അത് പ്രപഞ്ചത്തെ താങ്ങി നിർത്തുകയും ചലിപ്പിക്കുകയും ചെയ്യുന്നു. സമ്പൂർണമാണ്. ദൈവാത്മാവ് കളങ്കമില്ലാത്തതും സമ്പൂർണ്ണ വിശുദ്ധിയുള്ളതുമാണ്. അതിന് മാറ്റമോ വളർച്ചയോ ആവശ്യമില്ല. സൃഷ്ടാവാണ്. സൃഷ്ടികർമ്മത്തിൽ സജീവമായി പങ്കെടുത്തതും മനുഷ്യന് ജീവൻ നൽകിയതും ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് നമ്മൾ ഉൽപ്പത്തി കാണുന്നുണ്ടല്ലോ. മനുഷ്യൻ്റെ ആത്മാവ് അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യാത്മാവ് ദൈവത്താൽ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടതോ ദൈവത്തിൻ്റെ അനന്തയിൽ നിന്ന് ഉത്ഭവിച്ചതോ ആണ്, ഒരു സംശയമില്ല. അതിനാൽ അത് ദൈവത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അത് നമ്മൾ ആദ്യമേ തന്നെ കണ്ടു അല്ലേ. പരിമിതമായതാണ്. ഓരോ മനുഷ്യനും ഒരു ആത്മാവുണ്ട്. അത് വ്യക്തിത്വവും പരിമിതവുമാണെന്നുള്ളത് ഉറപ്പാണ്. സ്വീകരിക്കുന്നയാൾ മനുഷ്യാത്മാവ് ദൈവാത്മാവിൽ നിന്ന് ശക്തിയും വിശുദ്ധിയും ജ്ഞാനവും സ്വീകരിക്കുന്നു. ഇത് ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് വേണം. മനുഷ്യാത്മാവിന് ധാർമ്മികവും ആത്മീയമായ വളർച്ച ആവശ്യമാണ്. ഭാവമില്ലാത്ത അപൂർണതയോമായ സ്വാധീനത്തിന് അത് വിധേയമാകാം. സൃഷ്ടികർമ്മത്തിലൊരു പ്രധാന ഘടകമാണ് മനുഷ്യാത്മാവ്. ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് വ്യക്തിക്ക് ജീവൻ നൽകുന്നതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നിത്യമായത്, സൃഷ്ടിക്കപ്പെടാത്തത്, അനന്തമായത്, സർവ്വവ്യാപി, സൃഷ്ടാവിൻ്റെ ജീവൻ്റെ ഉറവിടം, സമ്പൂർണ്ണം, മാറ്റമില്ലാത്തത്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അനന്തയുടെ പരിപൂർണതയാണ്. അത് പ്രതിരൂപമാണ്. എന്നാൽ മനുഷ്യൻ ദൈവത്താൽ സൃഷ്ടിക്കപ്പെടണം മനുഷ്യാത്മാവ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദി.